ചാടിയോ? ആരാ ചാടിയേ? വാട്ട് വേണം? ചീഞ്ഞ വേണം? തേങ്ങയും 2 തേങ്ങന്മാരും. ലാസ്റ്റ് പാട്ട് കണ്ടതിന് ശേഷം കിണറ്റിൽ ആരാ പോയെന്ന് ചോദിച്ചു ഒരുപാട് DMs വന്നിട്ടോ. അപ്പൊ അതിനുള്ള റിപ്ലൈ ആണ് ഈ പാട്ടു. കുറച്ച് ലേറ്റ് ആയി, ക്ഷമിക്കണം, വയ്യായിരുന്നു, സൗണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരിതാ നമ്മുടെ മോട്ടർ ഇറക്കി വെള്ളം പമ്പ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുകയാണ്. നല്ല വെയിറ്റ് ആയിരുന്നു അതിന് കേട്ടോ, അവർ കഷ്ടപ്പെട്ടാണ് അത് ഇറക്കിയത്. അതിനുശേഷം അവരുടെ സേഫ്റ്റി ഒക്കെ പ്രമാണിച്ച് അവരിതാ ബ്ലീച്ചിങ് പൗഡർ കലക്കി കിണറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ അങ്കിള് കിണറ്റിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ കിണറിന്റെ ചുറ്റും നല്ല അടിച്ച് വൃത്തിയാക്കി കഴുകിയിട്ടാണ് കിണറ്റിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു 1.5 വർഷം 2 വർഷമായിട്ട് കിണർ നമ്മൾ തേകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിറച്ചും ചെടിയും മരങ്ങളും ഒക്കെ കിളുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവര് വെട്ടി ക്ലീൻ ആക്കുവാണ്. ആ സമയത്താണ് ഈ പമ്പ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുവല്ലേ വെള്ളം. അപ്പം അത് നമുക്ക് എന്നാ വണ്ടി കഴുകിയേക്കാം എന്ന് ഓർത്തിട്ട് കുഞ്ഞാൻ ദാ നമ്മുടെ വണ്ടിയെ കഴുകാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെള്ളം പോവല്ലേ, അപ്പൊ നമുക്ക് വേസ്റ്റ് ചെയ്യണല്ലോ. അങ്ങനെ വണ്ടി നല്ല റെഡി ആയപ്പോഴത്തേക്കും ഞാൻ രക്ഷപ്പെട്ടു, കുഞ്ഞാൻ കഴുകുന്നുണ്ട്. അപ്പൊ എന്റെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും വേണ്ടേന്നും വിചാരിച്ചിട്ട് ഞാൻ ദാ ഒരു തുണിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കഴുകുന്ന സമയത്ത് അവിടെ നല്ല തകൃതിയായിട്ട് തേകല് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണറ്റിൽ നിന്നൊന്നും കിട്ടിയില്ല. അപ്പൊ അങ്കിള് പറഞ്ഞത് മേ ബി എന്തെങ്കിലും പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിട്ട് പണി തരാൻ ആരാ ഉള്ളതെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അങ്കിള് പറഞ്ഞു നമുക്കൊന്ന് വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും അടിയിൽ നിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അപ്പൊ എന്തായാലും നിറച്ചു ഉറവയാണ് കേട്ടോ. 2 മണിക്കൂർ ആയപ്പോഴത്തേക്കിനും കിണർ കംപ്ലീറ്റ് ഫില്ലായി. അതുപോലെ ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇനി അവിടെ മരം കിളുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കെട്ടിടിഞ്ഞു പോരും. 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കിണറാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളിത് ആ ചിരട്ടയൊക്കെ കത്തിച്ച് ഇട്ടിട്ടുണ്ട്. 2 ദിവസം കൂടെ ആ ഒരു സ്മെല്ലും മണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ആണ് കേട്ടോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.